my dear sweeties, welcome back to my channel Aish Voyages. So, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ വീഡിയോ ആണ്. മീൻസ് ഞാൻ ഇതുവരെ ചെയ്ത് വെച്ചൊരു സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ DIY സ്കിൻ കെയർ സീരീസ് തീർന്നിരിക്കുകയാണ്. അതിൽ ഇനി നമുക്ക് വീഡിയോസ് ആഡ് ചെയ്യാം, ബട്ട് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ആ ഒരു സീരീസ് എല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ യൂസേജിൻ്റെ കാര്യവും മീൻസ് അത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുക, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യുന്നൊക്കെ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു സീരീസ് അവിടെ വെച്ച് നിർത്തുകയാണ്. നെക്സ്റ്റ് ഞാനിപ്പോൾ സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ബട്ട് അല്ലാണ്ട് നമുക്ക് പറ്റുന്നത് പോലെ നമ്മുടെ DIY മേക്കപ്പ് പ്രോഡക്ട്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ബിക്കോസ് ഞാൻ ആ ഒരു ഓട്ട എന്നുള്ളൊരു സംഭവം ഇട്ടപ്പോൾ തന്നെ ഒരു 40% and 60 അങ്ങനെ എന്തോ ഒരു 35 and 65 അങ്ങനെ എന്തോ ഒരു പെർസെൻറ്റേജിലാണ് വന്നത്. അപ്പോൾ തന്നെ കുറച്ച് പേരെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സ് DIY മേക്കപ്പ് പ്രോഡക്ട്സ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നും അല്ല പോണത്. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് എല്ലാവർക്കും ഇത്തിരി ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ്, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോർമലി എല്ലാവരും കടയിൽ നിന്ന് വാങ്ങാത്തതും മീൻസ് എൻ്റെ ഒരു അറിവിൽ അങ്ങനെ എപ്പോഴും നമ്മൾ വാങ്ങിക്കാത്ത ഒരു സാധനത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ എങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതെന്ന്. അതായത് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ. നമ്മൾ ഫേസിൽ മേക്കപ്പ് ചെയ്ത് നമുക്ക് എന്തായാലും മണിക്കൂറുകളോളം ഒക്കെ ഇരിക്കേണ്ടി വരും. അപ്പോഴും മേക്കപ്പ് ഒന്ന് പോവാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന 2 സാധനങ്ങളാണ് നമ്മുടെ ഈ പ്രൈമറും സെറ്റിംഗ് സ്പ്രേയും. പ്രൈമർ നമുക്ക് ഈസി ആയിട്ട് അലോവേറ ജെല്ലോ, ലാക്ടോകലാമിൻ അതേപോലത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാം. ബട്ട് നമ്മുടെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ എങ്ങനെയാണ് വീട്ടിൽ നമുക്ക് ഇത്ര ചെറിയൊരു പൈസയ്ക്ക് കിട്ടുമെങ്കിൽ കൂടി ആ ഒരു ക്വാളിറ്റിയിൽ കിട്ടണമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ്. സോ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഈസിയാണ്, വളരെ 2-3 ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു 100 രൂപയ്ക്കൊക്കെ കിട്ടുന്ന ആ ഒരു സെറ്റിംഗ് സ്പ്രേ ഉണ്ടല്ലോ നമ്മുടെ ഓൺലൈൻ സ്റ്റോഴ്സിലൊക്കെ ഉണ്ട്, അതിനെക്കാട്ടി എന്തായാലും വർക്ക് ചെയ്യും. അതിനെക്കാട്ടിലും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തേക്കുക. എങ്കിലും ഞാൻ ഇനി ഇടാൻ പോണ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ആരെങ്കിലും ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി സൂപ്പർ വീഡിയോസ് വരാനുണ്ട്, കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് അധികം സംസാരിച്ച സമയങ്ങളായത് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഫസ്റ്റ് ഒരു ബൗളിലോട്ട് അലോവേറ ജെൽ ആഡ് ചെയ്യണം. അലോവേറ ജെൽ നമ്മുടെ ഈ ലീഫ് ആൻഡ് റിലീഫിൻ്റെ അലോവേറ ജെല്ലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ റിവ്യൂസ് ഉടനെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഹോൾ വീഡിയോയിൽ നോക്കുവാണെങ്കിൽ പ്രൈസും എല്ലാം അറിയാനായിട്ട് പറ്റും. നല്ലൊരു അലോവേറ ജെല്ലാണ്. അതൊരു 1/4 ടീസ്പൂൺ, ഒരു കുറച്ച് മതി. ബിക്കോസ് നമ്മളൊരു 15 ml ഉണ്ടാക്കാനായിട്ട് പോണത്. നെക്സ്റ്റ് ഡിസ്റ്റിൽഡ് വാട്ടർ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ എല്ലാവരും പോയി ചെക്ക് ചെയ്യുക. സോ ആദ്യം ഒരു 3 ടീസ്പൂണോ വല്ലതും ആഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ആ ഒരു പേസ്റ്റ്, ആ ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ നിന്ന് ഒന്ന് ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഗ്ലിസറിൻ ഓപ്ഷണലാണ്. ഓയിലി സ്കിൻകാരൊന്നും ആഡ് ചെയ്യേണ്ട. ഇത് ജസ്റ്റ് ഒരു എണ്ണ ഒഴിച്ച പോലെ ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ഒരു ഡ്യൂയി ഫിനിഷ് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കോബ്രയുടെ ഒരു പഴയ ഒരു സ്പ്രേ ബോട്ടിലാണ്, അതിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ ആദ്യം ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വീണ്ടും കുറച്ച് വെള്ളം ആ ഒരു സെയിം ബൗളിൽ തന്നെ ആ ഒരു ജെല്ലിൻ്റെ ആ ഒരു ഇത് കാണും, അതിന് ബാക്കി ഒഴിച്ചതിന് ശേഷം ബാക്കി അതും കൂടെ ഈ ഒരു ബോട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതിന് ശേഷം വീണ്ടും ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. സെറ്റിംഗ് സ്പ്രേയുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ, ഈസി ആണെന്ന് തോന്നിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക. പിന്നെ ഒരു സൂപ്പർ വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ഐശ്വര്യ സൈനിങ് ഓഫ്. ബൈ.